بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ വളരെ വ്യക്തമായ വിചാരണ നടത്തിയ ശേഷം മനുഷ്യ ജീവിതത്തിന്റെ അവലോകനങ്ങളുടെ ഫലം സ്വർഗ നരക എന്ന പ്രഖ്യാപനം മഹ്ശറയിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. അടിക്കടി അത് ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധമായ പ്രമാണങ്ങളുടെ വരികൾ ജീവിതത്തിന്റെ നിഖില നിമിഷങ്ങളിലും ഇടപെടുന്നുണ്ട് എന്നതൊരു സത്യമാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ നിരന്തരം പാരായണം ചെയ്യേണ്ട നമുക്ക് നിർബന്ധമായ ഒരു അധ്യായം. പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ അകത്ത് 17 റക്അത്തുകളിൽ ഫർളായി തന്നെ നാം ഉപയോഗിക്കുന്ന ഖൗലിയായ ഒരു പ്രവൃത്തി. ആ ഫാത്തിഹയിൽ മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന ആ ദിവസത്തിന്റെ ഉടമ എന്നാണ് അള്ളാഹുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മഹ്ശറയിൽ അള്ളാഹുവിന്റെ മുന്നിലെ വിചാരണയെ അടിക്കടി ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളതെപ്പോഴും ഓർക്കേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമാണ് എന്നതാണ് അതിന്റെ സന്ദേശം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹ്ശറയിൽ ഹിസാബിന്റെ കെടുതിയിൽ മനസ്സ് വിങ്ങാണ്. എന്താവും എന്റെ കണക്ക്, ഇതാണ് മനുഷ്യന്റെ ചിന്ത. അതോടൊപ്പം തന്നെ സൂര്യതാപത്തിൽ ശരീരം നീറാണ്. ശാരീരികവും മാനസികവുമായ ഒരു പ്രതികൂല അവസ്ഥയാണ് മഹ്ശറ. ഈ സമയത്തൊരു ആശ്വാസമാണ് ആ കൊടും ചൂടിലെ ഒരു തണുപ്പ്, ശാരീരികം. ആ കൊടും ചൂടിൽ പ്രതികൂലമായ അവസ്ഥയിൽ ശരീരത്തെ താങ്ങി നിർത്താൻ ഒരു തണല്, ഒരു തണുപ്പ്, അതാരും ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണ്. അങ്ങനെ അത് കിട്ടുന്നവർക്ക് പരലോക വിജയം, സ്വർഗപ്രവേശം സുനിശ്ചിതം എന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ ആ തണല് കിട്ടുക വഴി ശാരീരിക മാനസികമായ ഒരു ആശ്വാസം, ഒരു വലിയ ആശ്വാസം, ഒരു സൃഷ്ടി ഒരിക്കൽ മാത്രം ആഗ്രഹിക്കുന്ന ആ മഹാ ആശ്വാസം മഹ്ശറയിൽ അത് കിട്ടും. അങ്ങനെ കുറച്ച് ആളുകളെ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ വേഗത്തിലേക്ക് സ്വർഗം പ്രാപിക്കും. അങ്ങനെയുള്ള ആളുകൾ മഹാന്മാരായ സ്വഹാബികളിൽ പലരും ഈ വിഷയത്തെക്കുറിച്ച് വളരെയധികം വ്യാകുലചിത്തരായിട്ടുണ്ട്. മഹ്ശറ എങ്ങനെ രക്ഷപ്പെടും, മഹ്ശറയിൽ എങ്ങനെ, മഹ്ശറയിൽ വിചാരണ നേരത്ത് ഞാൻ എന്ത് പറയണം? അങ്ങനെയുള്ളവരുടെ ജീവിതമൊക്കെ പഠിക്കുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആവേശം അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹ്ശറയെ കുറിച്ച് ഒരു ദിവസം പോലും ഓർക്കാത്തവരില്ല. ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹ്ശറയെ കുറിച്ച് ധാരാളം ചോദിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയണമല്ലോ എന്നൊരു ബോധം മനുഷ്യനെ ആന്തരികമായി വല്ലാതെ നിയന്ത്രിക്കുന്നുണ്ട്. ആ ഒരു നിയന്ത്രണം ഇല്ലാതെ പോകുന്ന ആള്, സാധാരണ ഒരു വർത്താനം ഉണ്ടല്ലോ, പരലോകം എന്നൊരു വിചാരം ഇല്ലേ, ആഖിറ എന്നുള്ളൊരു ചിന്ത ഇല്ലേ എന്ന് ചോദിക്കാറുണ്ടല്ലോ. അത് ഇത് തന്നെയാണ്. അള്ളാഹു നമുക്ക് അഭയം തരട്ടെ, ആശ്വാസം നൽകട്ടെ. സൂര്യനെ അള്ളാഹു മഹ്ശറയിൽ കൊണ്ടുവരുന്നത് നാം ഇന്ന് കാണുന്ന രീതിയിലല്ല. ഒരൽപ്പം ചൂടുകൂടിയാൽ അസഹ്യം എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഇന്നത്തെ രീതികൾ മാറി എന്ന ആ അവസ്ഥയിൽ നമ്മൾ ഭൗതികമായ പല പ്രതിരോധ മാർഗങ്ങളും അതിനുവേണ്ടി സ്വീകരിക്കുന്ന ഈ അവസ്ഥയിൽ മഹ്ശറയുടെ ചൂട്, സൂര്യൻ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായി തന്നെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഒരു ഹദീസ് പറയുന്നതായി കാണാം. തുദനശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ അകലത്തില ഓരോ സൃഷ്ടിയിലേക്കും സൂര്യനെ അള്ളാഹു അടുപ്പിക്കുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മീൽ എന്ന് പറയുന്നത്, ആ ഹദീസ് പറയുന്നതിന്റെ ഇടയിൽ ഇതിന്റെ റാവിമാര് പറയുന്നുണ്ട്, റിപ്പോർട്ടർമാർ പറയുന്നുണ്ട്, മീൽ എന്നത് സുറുമ കുപ്പിയിൽ ഇട്ടിരിക്കുന്ന സുറുമ തോണ്ടിയെടുക്കാനുള്ള അതിന്റെ
ആ ഒരു ചെറിയ കോല്, സുർമക്കുപ്പിയിലെ കോൽ, അതിന്റെ വലിപ്പത്രയോ അത്രയും എന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഒരു ചാണെന്ന് പറയുന്നതിനേക്കാളും സൂക്ഷ്മമായി ചിന്തിക്കേണ്ടതാണ്. ഒരിത്രയും അത്രയൊക്കെ വരൂ. സൂര്യൻ അത്ര അകലമേ ഒരു ശിരസ് വിട്ട് ആവൂ. ആ രീതിയിലേക്ക് അള്ളാഹു സംവിധാനിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരിക്കും അതിന്റെ ഒരു പുകച്ചിൽ, എന്തായിരിക്കും അതിന്റെ ചൂട്? ആ സമയത്ത് ഓരോരുത്തരുടെയും പാപത്തിന്റെ കണക്കനുസരിച്ച് അവന്റെ വിയർപ്പിന്റെ ഉയരം ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കണങ്കാല്, മുട്ടുകാല്, പൊക്കിള്, കഴുത്ത് വരെ എന്ന് കാണാം സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വിവസ്ത്രരാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുറല. മനുഷ്യര് നഗ്നരാണ്, അതുപോലെ തന്നെ നഗ്നപാദരാണ്. അവർ ചലാക്രമം ചെയ്യാത്ത കോലത്തിലാണ്. ഈ രീതിയിലൊക്കെ മഹ്ശറയിൽ കൊണ്ടുവരപ്പെടും. നഗ്നർ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ച യുക്തിസഹജമായ ഒരു ചോദ്യമുണ്ട്. ഹബീബായ നബിയെ, അന്നിസാഉ വറിജാലു ജമീഅ, ആണും പെണ്ണും നഗ്നരാണോ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജമീഅൻ യൻദുർ ബഅദുഹും ഇലാ ബഅദ്. അപ്പോ പരസ്പരം നോക്കൂലേ നബിയെ, ഔറത്തിലേക്ക് നോക്കൂലേ? ഹബീബിന്റെ മറുപടി കേട്ടോളൂ, യാ ആയിഷ അൽഅംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅദുഹും ഇലാ ബഅദ്. പരസ്പരം സൗന്ദര്യത്തിലേക്കും ഔറത്തിലേക്കും മനുഷ്യർ നോക്കുന്ന വിധം തന്റെ എതിർലിംഗത്തെ മൈൻഡ് ചെയ്യാതെ, ആ ഭാഗത്തേക്ക് ചിന്തിക്കാതെ തന്നെ മനുഷ്യൻ ഭയവിഹ്വലനായി വ്യാകുല ചിത്തനാകുന്ന ഒരു നേരം അങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ചിന്ത അവിടെ വരില്ല. ആ ശരീരത്തിന് അങ്ങനെ കഴിയില്ല. അത്രത്തോളം തീവ്രവും ഭീകരവുമാണ് മഹ്ശറ. ഒരു മനുഷ്യന്റെ നന്മയെക്കുറിച്ച്, ഒരു മനുഷ്യൻ ചെയ്ത തിന്മയെക്കുറിച്ചുള്ള കൃത്യമായ റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്ന മഹ്ശറ. എത്രയോ നാളുകൾ കാത്തു നിൽക്കണം. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 2 റക്അത്ത് നിസ്കരിക്കുന്ന ലാഘവത്തിൽ ആ സമയത്തെ അള്ളാഹു ചുരുക്കി കൊടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരു പരാജിതനായ മനുഷ്യനാണെങ്കിൽ 50,000 വർഷം വരെ കാത്തു നിൽക്കുന്ന ആ ഒരു പ്രതീതി അവനുണ്ട്. 50,000 കൊല്ലം തന്നെയാണ്. ആ 50,000 കൊല്ലത്തെ അള്ളാഹു 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്തിലേക്ക് കൺവെർട്ട് ചെയ്ത സത്യവിശ്വാസി അനുഭവിക്കുക എന്ന് പുണ്യ നബി അള്ളാഹു അതിൽ നമ്മെ പെടുത്തട്ടെ. ഏനെ മഹ്ശറയിലേക്ക് വരാം. ഒരു മനുഷ്യന്റെ വിജയ പരാജയത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും മഹ്ശറയിലെ പ്രകടനങ്ങളിലുണ്ട്. മഹ്ശറയിലേക്ക് വരുന്ന വരവ് തന്നെ വിജയിയാണോ പരാജയപ്പെടുന്നവനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. മഹ്ശറയിലെ നിൽപ്പ്, മഹ്ശറയിൽ എവിടെ നിൽക്കുന്നു, തണല് കിട്ടിയോ, രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു 100,000 ചിന്തകൾ നമ്മുടെ മുന്നില് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ഇങ്ങനെ വാരി വിതറി അവിടെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഒരു ഹദീസ് കാണാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി സലാസത അസ്നാഫ്. 3 സംഘം അല്ലെങ്കിൽ 3 തരത്തിലെ ആളുകൾ മഹ്ശറയിലേക്ക് വരാം. ആ സമയത്ത് ഒരു സംഘം വരുന്നത് നടന്നിട്ടാണ്, മറ്റൊരു സംഘം വരുന്നത് വാഹനത്തിലാണ്. അള്ളാഹു വാഹനത്തിൽ വരുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തിട്ട്. ഏതാ മഹ്ശറയിലേക്കുള്ള വാഹനം? ഉദ്ഹിയ്യത്തിന്റെ മൃഗം, അതുപോലെ തന്നെ സൽക്കർമ്മമായി നാം ചെയ്തിട്ടുള്ള ധാരാളം കാര്യങ്ങൾ, ഇതൊക്കെ വാഹനമായി രൂപപ്പെടാവുന്നതാണ്. ഉദ്ഹിയ്യത്തിന്റെ മൃഗമാണ് പ്രധാന വാഹനം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഒരു വിഭാഗം, 3ാമത്തെ വിഭാഗം വരുന്നത് മുഖത്തിൽ ഇഴഞ്ഞുകൊണ്ട്. എന്തൊരു അവസ്ഥയായിരിക്കും! മുഖത്തിൽ ഇഴഞ്ഞു വരാ എന്ന് പറഞ്ഞതൊരു വളരെ ഭയാനകരമായ ഒരു അവസ്ഥയാണ്. മുഖം കുത്തി അഴഞ്ഞു വരാ. അപ്പൊ ഒരു സ്വഹാബി ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ് വകൈഫ യംശൂന അലാ വുജൂഹിഹിം. മുഖത്തിൽ എങ്ങനെയാ, മുഖം വെച്ച് എങ്ങനെയാ നടന്നു വരാ നബിയെ? ഒരു വിഭാഗം കാലുകൊണ്ട് നടന്നു വരാം, ഒരു വിഭാഗം വാഹനത്തിൽ വരാം, 3ാമത്തെ വിഭാഗം മുഖത്തിൽ ഇഴഞ്ഞു വരാം. അതായത് നടക്കുന്നതിന് പകരം, കാലുപയോഗിക്കുന്നതിന് പകരം മുഖം ഉപയോഗിച്ച അവർ വരാം. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ വരാൻ പറ്റും മോനെ, മുഖത്തിൽ വരാൻ പറ്റും. ഇന്നല്ലദീ അംശാഹും അലാ ഖദാമിഹിം ഖാദിർ. കാലുകൊണ്ട് നടക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കിയ അള്ളാഹു കഴിവുള്ളവൻ തന്നെയാണ്. അലാ അൻ യുംശിയഹും അലാ വുജൂഹിഹിം. മുഖം കൊണ്ട് നടക്കാൻ അവരെ പ്രാപ്തനാക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടല്ലോ. അങ്ങനെ മുഖത്തിൽ അവർ വരുമ്പോ, അമാ ഇന്നഹും യത്തഖൂന ബിവുജൂഹിഹിം കുല്ല ഹദബിൻ വശൗക. അവർ വരുന്ന വഴിയിൽ കല്ലുകളും മുള്ളുകളും എവിടെയെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കല്ലിലും മുള്ളിലും തട്ടാതെ, കാലുകൊണ്ട് നടന്നു വരുന്ന മനുഷ്യനെ പോലെ തന്നെ മുഖവും കല്ലിലും മുള്ളിലും തട്ടാതെ കൃത്യമായി അത് ശ്രദ്ധിച്ചു തന്നെ അവർ മുഖത്തിൽ ഇഴഞ്ഞു വരും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനത്തെ കെടുതിയാ മഹ്ശറ. ഈ മഹ്ശറയിൽ
അള്ളാഹു നമുക്ക് വിജയം തരട്ടെ. ഈ മഹ്ശറയില് പിന്നെ ഉള്ള ചിന്തയാണ്, വലത്തെ കയ്യിലാണോ റബ്ബേ കിതാബ് കിട്ടാം, ഇടത്തെ കയ്യിലാണോ? വലത്തെ കയ്യിൽ കിട്ടുന്നവർക്ക് മുൻവശത്തൂടെയാ കൊടുക്കുക, ഇടത്തെ കയ്യാവുമ്പോ പിന്നിലൂടെയാ കൊണ്ടുവന്ന് കൊടുക്കുക. ഒരു അപ്രതീക്ഷിതമായ ഒരു വരവായിരിക്കാം കിതാബ്. ഇടത്തെ കയ്യിലേക്ക് വരാ, പിന്നിലെ മുന്നിലൂടെ വരുന്നത് കണ്ട് ആസ്വദിക്കാൻ കഴിയും. സത്യവിശ്വാസി സ്വർഗത്തിൽ പോകേണ്ടവന് മഹ്ശറയിൽ ടെൻഷനില്ല എന്ന് പറഞ്ഞാൽ അവന് കുടിക്കാൻ ഹൗദുൽ കൗസറുണ്ട്, അവൻ വെയിൽ കൊള്ളേണ്ട തണലുണ്ട്, സ്വർഗീയ അനുഭൂതി അവന് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവന്റെ മനസ്സിന് നല്ല ഉത്തേജനമുണ്ട്. ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ മഹ്ശറ കിട്ടുമ്പോൾ സ്വാഭാവികമായി ഞാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ്, വിജയം ഉറപ്പായവനാ. അവന്റെ കിതാബ് മുന്നിലൂടെ വരുന്നുണ്ട് കിതാബ്, അതങ്ങനെ കണ്ട് ആസ്വദിക്കാം. അവന്റെ വലത്തെ കയ്യിലാ വരാ. ഇനി ഇതിനപ്പുറം ഫരീഖും ഫിൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വിഭാഗമായവൻ, ഫരീഖും ഫിസ് സഈർ, ഇതിന് വിപരീതമായവർ നരകത്തിലേക്കാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വലിയൊരു ചിന്ത ഇത് മനുഷ്യനിൽ നിരന്തരം ഉണ്ടായ ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് ഇല്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. എന്നെങ്കിലും നമുക്കിതങ്ങനെ ഓർമ്മ വരാറുണ്ട്. ഞാനൊന്ന് പറയട്ടെ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു ഈ സന്ദർഭത്തിൽ സർവ്വ ആനുകൂല്യങ്ങളും കൊടുത്ത് സ്വർഗാവകാശിയായി നേരത്തെ പ്രഖ്യാപിച്ച പോലെ അവരെ ഒരുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 വിഭാഗത്തിന് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ആനുകൂല്യം എന്താ? സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ യാത്രയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലെ. ആദ്യമായി കൊടും ചൂടിൽ, വർണ്ണിക്കാൻ കഴിയാത്ത തീവ്രമായ തീഷ്ണമായ ഈ ചൂടിൽ അള്ളാഹു അവന്റെ അർശിന്റെ തണുപ്പ് കൊടുത്തുകൊണ്ട് സംരക്ഷിച്ച് ചേർത്ത് നിർത്താൻ അങ്ങനെ ഒരു 7 വിഭാഗം സ്വർഗത്തിലേക്ക് പറക്കണവർ. ഇവരുടെ അമലാണ് ഭൂമിയിൽ ഇവർ ചെയ്ത അമലാണ് ഉപകാരപ്പെട്ടത്. അതിന്റെ അടയാളം അവർക്കവിടെ ബോധ്യപ്പെട്ടാണ്. അങ്ങനെ എല്ലാവരും വിഹുലരായി നിൽക്കുന്ന സമയത്ത് 7 വിഭാഗത്തെ മാറ്റി നിർത്തും അള്ളാന്റെ അർശിന്റെ ആ തണലിന്റെ ചോട്ടിലേക്ക്. 7 വിഭാഗം. ഒന്നാമത്തെ വിഭാഗം ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണകർത്താവ്. അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണകർത്താവ്. രണ്ടാമത്തെ വിഭാഗം വശാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി സമർപ്പിത ബോധത്തോടുകൂടെ ഇബാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനായ ചെറുപ്പം അങ്ങനെ ഉപയോഗിച്ച, യൗവനം അങ്ങനെ വിനിയോഗിച്ച ആള്. മൂന്നാമത്തെ വിഭാഗം വറജുലുൻ ഖൽബുൻ മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, പള്ളിയോട് മനസ്സിനെ ബന്ധിപ്പിച്ച, പള്ളിയെ സ്നേഹിച്ച് ജീവിച്ച മനുഷ്യർ. പള്ളിയെ സ്നേഹിച്ചു ജീവിച്ചു, പള്ളിയോട് മനസ്സിനെ ബന്ധിപ്പിച്ച് ജീവിച്ച മനുഷ്യർ. മൂന്നാമത്തെ വിഭാഗം അതാ. നാലാമത്തെ വിഭാഗം വറജുലാനി തഹബ്ബാ ഫില്ലാഹി വജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, പരസ്പരം അങ്ങുമിങ്ങും സൗഹൃദം പങ്കിട്ടത് അള്ളാന്റെ പൊരുത്തം കിട്ടണം എന്ന ഒരു അടിസ്ഥാനത്തിലൂടെ അതിലൂടെയായി ജീവിച്ച 2 സൗഹൃദം, 2 കൂട്ടുകാരാണ്. അഞ്ചാമത്തെ വിഭാഗം വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസബിൻ വജമാൽ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരു വലിയ അനുകൂല സാഹചര്യം ഉണ്ടായപ്പോ ആ അനുകൂല സാഹചര്യത്തിൽ വ്യഭിചാരത്തിന്റെ അവസ്ഥയെ പരിപൂർണമായും അവഗണിച്ച് ഞാൻ അള്ളാനെ പേടിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിയ ഒരു സുന്ദരിയുടെ മുന്നിൽ മുഖം തിരിച്ച അങ്ങനത്തെ ഒരു സ്വാലിഹായ മനുഷ്യൻ. 5ാമത്തെ വിഭാഗം. 6ാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ രഹസ്യമായി സദഖ ചെയ്തതിന്റെ നിർവൃതി അനുഭവിച്ച, അതിന്റെ ഒരു ആത്മസുഖം കിട്ടിയ മനുഷ്യൻ. 6ാമത്തെ വിഭാഗം അള്ളാനെ ഓർക്കുമ്പോൾ ഒറ്റക്കിരുന്ന് കരയാൻ കഴിയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ. അങ്ങനെ കഴിയുന്ന ഒരു മനസ്സ് റബ്ബുമായി ബന്ധപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞവനാണ് 7ാമത്തെ വിഭാഗം. നമ്മൾ ചിന്തിക്കണം, ചില ജീവിതങ്ങളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമല്ല. ഈ കാലഘട്ടത്തിൽ മനുഷ്യന് എന്ത് ആഗ്രഹമുണ്ടോ അത് നിർവഹിക്കുന്നിടത്തവൻ ഒരു തടസ്സവും പ്രശ്നമാക്കാത്തവനാണ്. ഇത് പോരെ, അത് പോരാ, ഇത്രയും മതിയല്ലോ, അല്ല അത് പോരാ. ആ രീതിയിലേക്ക് ദുന്യവിയായ കാര്യങ്ങളിൽ ആർത്തി പൂണ്ടു നിൽക്കുന്ന ഒരു മനസ്സോടുകൂടെ ജീവിക്കുന്നവൻ എങ്ങനെ ആഖിറത്തെ കിട്ടാം? ഇത് ത്യജിച്ചവനല്ലേ അത് കിട്ടാം? അങ്ങനെയാണല്ലോ, ഇത് ത്യജിച്ചവനാണ് അത് കിട്ടാം. ഇത് ദുനിയാവ്, അത് ആഖിറം. അങ്ങനെയുള്ളടത്ത് ചില ജീവിതങ്ങൾ ഈ വിഷയത്തിൽ താരതമ്യം ചെയ്തേ പറ്റൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആദ്യം തന്നെ മാറ്റി നിർത്തുന്നത് മഹ്ശറയില് അർശിന്റെ തണലിലേക്ക്, അർശിന്റെ ചുവട്ടിലേക്ക് മാറ്റി നിർത്തുന്നത്, ആദ്യം തന്നെ മാറ്റി നിർത്തുന്നത് മഹാന്മാരായ നീതിമാന്മാരായ ഭരണകർത്താക്കളെ. അങ്ങനെ കുറെ ആളുകൾ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. അവരുടെ നീതിബോധം എന്ന് പറയുന്നത് തികച്ചും ഇലാഹി ചിന്തയാണ് അതിനെ നിയന്ത്രിച്ചിരുന്നത്. അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തപ്പെടുന്നോടത്തേക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ബാക്കിയുള്ള 6 വിഭാഗത്തെയും കൂട്ടാം.
അങ്ങനെ 7 വിഭാഗം. നേതാക്കളെ ആദ്യം പിടിക്കാം, നേതാക്കൾക്ക് ആദ്യം പരിഗണന കൊടുക്കാം. വലിയ വലിയ ആളുകളായി ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണണമെന്ന് ആഗ്രഹിച്ച് കാണാതെ പോയ വലിയ ഭരണകർത്താക്കൾ, അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗം കിട്ടാനുള്ളതായ അമല് അവരുടെ ജീവിതത്തിൽ അവരുടെ സ്ഥാനം കൊണ്ടവർ നേടിയെടുത്തവരാണ്. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു കൊടുക്കുന്ന അതുല്യമായ ആ അനുഗ്രഹത്തിന്റെ ചാരയിലേക്ക് ബാക്കിയുള്ള 6 വിഭാഗത്തെയും കൊണ്ടുവരും. അവരോടൊപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള മഹാന്മാരായ ഭരണകർത്താക്കൾ മാറി നിൽക്കുന്ന സുഭിക്ഷമായ മഹ്ശറയുടെ ആ അലങ്കാരങ്ങൾ, അർശിന്റെ തണല്, അവിടേക്കാ നമ്മെ മാറ്റി നിർത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയുള്ളവർ അവരുടെ കൂടെ നിൽക്കാന്ന് പറയാം, നേതൃത്വം അവിടെയാ. അങ്ങനെയുണ്ട് അള്ളാഹുവിന്റെ അർശിന്റെ തണലിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നവർ. ഒന്നാമത്തേത് ഇമാമുൽ ആദിൽ എന്നാണ് സ്വഹീഹുൽ ബുഖാരിയിൽ ഇത് സംബന്ധമായി ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം. അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണകർത്താവ്. നീതിമാനായ ഭരണകർത്താവ് ആരാണ്? മഹാനായ അശ്ശൈഖ് ഇമാം സൈനുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ അഹ്മദ് ബിൻ റജബ് ബിൻ ഹംബലി തങ്ങൾ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ, മഹാനായ ഇബ്നു റജബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ, ഇബ്നു ഹജർ തങ്ങളുടെ ഫത്ഹുൽ ബാരി അല്ല, ഇബ്നു റജബ് തങ്ങളുടെ ഫത്ഹുൽ ബാരി ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമാണ്. അതിൽ പറയുന്നുണ്ട്, ഈ വാക്കിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീതിമാനായ ഭരണകർത്താവ് എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനോട് അള്ളാഹുവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവൻ എന്ന ഖിയാമത്ത് നാളിൽ അവന്റെ പരിഗണന. അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളായി, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളായി അവൻ നിൽക്കുന്നതോ അള്ളാഹുവിന്റെ വലത് ഭാഗത്ത് പ്രകാശത്താലുള്ള പ്രത്യേക പീഠത്തിൽ, സ്റ്റേജിലാണ് അവൻ ഇരുത്തിയിരിക്കുന്നത്. ഇപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് കല്യാണ പന്തലുകളിലും ഓഡിറ്റോറിയങ്ങളിലും ഒക്കെ മണവാട്ടിക്ക് ഇരിക്കാൻ പ്രത്യേക സ്റ്റേജ് ഉണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേക പരിഗണന. അല്ലെങ്കിലോ നിക്കാഹ് നടക്കുന്നത് സ്റ്റേജിലാണ്, അതിനൊരു പ്രത്യേക പരിഗണന. കല്യാണത്തിന് പങ്കെടുക്കുന്നവർ വരുന്ന എല്ലായിടത്തിലും നിക്കാഹ് എന്ന് പറയുന്ന കർമ്മങ്ങളോ അതിൽ പങ്കെടുക്കേണ്ട പ്രധാനികളോ ഇല്ല. അവരോട് അവിടെ എവിടെയെങ്കിലും ആ മരത്തിന്റെ ചോട്ടിൽ പോയിരിക്കാനല്ല പറയാ, അതിനുവേണ്ടി പരിഗണിക്കപ്പെട്ട ഒരു ഇടമുണ്ട്. ആ പരിഗണന പോലെ മഹ്ശറയിൽ ഈ നീതിമാനായ ഭരണകർത്താവ് അള്ളാഹുവോട് ഏറ്റവും അടുത്ത് നിന്നവൻ എന്ന് പറയപ്പെട്ടവൻ നിൽക്കുന്നത് അള്ളാഹുവിന്റെ വലത് ഭാഗത്ത് പ്രത്യേകം പ്രകാശത്താൽ ഒരുക്കപ്പെട്ടതായ പീഠങ്ങളിൽ ആണെന്ന് മഹാന്മാർ ഇതിന്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ സ്ഥാനം കിട്ടിയത്? ദുനിയാവിന്റെ സർവ്വ സ്വാധീനങ്ങളും അവരെ പിടിച്ചു വലിച്ചപ്പോഴും, അവർക്ക് പലതും ജയിച്ചടക്കാൻ കഴിഞ്ഞപ്പോഴും, അവർക്ക് പലതും ജയിച്ചടക്കാൻ കഴിഞ്ഞപ്പോഴും അവർ അല്ലാഹ് എന്ന ചിന്തയിൽ ഒഴിഞ്ഞു മാറിയവരാ. ആ ഒരു ചിന്തയിൽ ഒഴിഞ്ഞു മാറിയത് അള്ളാഹുവോട് അത്ര ചേർന്ന് നിന്നതിന്റെ പേരില. അവർ പറഞ്ഞിരുന്നു, ഇന്നി അഖാഫുല്ലാഹ്, പടച്ചോനെ പേടിയാണ് എനിക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ വിശുദ്ധമായ ജീവിതത്തിന്റെ വിചാരണ പദങ്ങൾ അദ്ദേഹം സ്വയം വിചാരണ നടത്തിയ ആ ചരിത്രങ്ങൾ ഓർക്കുമ്പോൾ ഇതൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അവർ നന്നായതിന്റെ പേരിൽ ഒരു നാട് മുഴുവൻ നന്നായി. മൂസബിന് അഴ്യൂൻ തങ്ങളൊക്കെ പറയുന്നുണ്ട്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെയൊക്കെ ഭരണകാലഘട്ടത്തിലൊക്കെ ആടും ചെന്നായൊക്കെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് മേഞ്ഞു നടന്നു എന്ന്. അത്രത്തോളം ഹിംസരഹിതമായ ജീവിതമായിരുന്നു ഭൂമിയിൽ ഉണ്ടായിരുന്നത് എന്ന്. അവര് നന്നായാൽ ജനങ്ങൾ മുഴുവനും നന്നായി എന്നതാണ്. ഭരണകർത്താക്കൾ നല്ലതാവാത്തോടത്താണ് ഇന്ന് പല ഇടങ്ങളിലും ജനങ്ങളിൽ കൊള്ളയും കൊലയും അതുപോലെ തന്നെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആയിട്ട് ജനങ്ങൾ മോശമായത്. മഹാന്മാരായ അർശിന്റെ തണലിലേക്ക് പോകുന്ന ഈ മഹത്തുക്കൾ നന്നായി ജീവിച്ചപ്പോൾ അവർ ഭൂമിയിൽ നിലകൊണ്ടത് അന്നഹു ലില്ലുല്ലാഹി ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹ് സംവിധാനിച്ച തണൽ പോലെ, അല്ലാഹുവിന്റെ തണൽ മരം പോലെ അവർ തണൽ മരമായി ഭൂമിയിൽ നിലകൊണ്ടത് കൊണ്ടാണ് ജനങ്ങൾ അവരിലേക്ക് തണൽ കൊള്ളാൻ ചേക്കേറിയത്. ഏത് പാതിരാക്കും കടന്നു ചെല്ലാം. അങ്ങനെ ഉണ്ടായിരുന്നു ചിലയിടങ്ങൾ. എന്ത് സങ്കടവും തുറന്നു പറയാൻ തുറന്നിട്ടിരിക്കുന്ന ഗേറ്റുകളും തുറന്നിട്ടിരിക്കുന്ന മഹാനായ സയ്യിദ് അഹമ്മദ് പൂക്കായ തങ്ങൾ, പുതിയ മാളിയേക്കൽ അഹമ്മദ് പൂക്കായ തങ്ങൾ, മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയൊക്കെ വാപ്പ PMS പൂക്കായ തങ്ങൾ വീടിന്റെ വരാന്തയിൽ ഉറങ്ങിയ കാലമുണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ സങ്കടം കേൾക്കാൻ വേണ്ടി സമൂഹത്തിന്റെ നേതൃത്വ പദവിയിലിരിക്കുമ്പോഴും
ജനങ്ങളുടെ സങ്കടം കേൾക്കാൻ വീടിന്റെ അകത്തളത്തിൽ പോയി അന്നത്തെ ഏറ്റവും വലിയ സൗകര്യത്തിൽ ജീവിക്കാൻ കഴിഞ്ഞിട്ടും അത് വേണ്ടെന്ന് പറഞ്ഞ് ഉത്തരത്തിൽ തിരികെ വെച്ചിരിക്കുന്ന പുൽപ്പായ കോലായിൽ വിരിച്ചിട്ട് അവിടെ രാത്രിയുടെ കുറഞ്ഞ സമയം മാത്രമേ ഉറക്കമുണ്ടായിരുന്ന ജീവിതത്തിന്റെ സിംഹഭാഗവും അവിടെ പാതിരാവിലും മഹാനവറുകൾ കഴിഞ്ഞുകൂടി എന്നെ കാണാൻ വരുന്നവർ കാത്തു നിൽക്കേണ്ടതില്ല, ഇപ്പൊ തന്നെ കാണാം. ഏത് പാതിരാക്കും അങ്ങനെയൊക്കെ ജീവിച്ച മഹാന്മാരായ ഒരുപാട് നേതാക്കൾ നമ്മുടെ മുന്നിലൂടെ പോയിട്ടുണ്ട്. അവരൊക്കെ ഈ തണലിലേക്കാ എത്തുന്നത്. അള്ളാഹു അധികാരം കൊടുത്തു എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം എപ്പോഴും ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാണ്. നമ്മൾ ചിന്തിക്കുന്നത് വലിയ വലിയ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അതിന്റെ ഇടയിൽ നമുക്കും ചില നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കും അതിന്റെ ഇടയിൽ ഒരു ചെറിയ സ്ഥാനമുണ്ട്. നമ്മളും ഈ പറഞ്ഞ പോലെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരൊക്കെ തന്നെയാണ്. നമ്മളും ഈ പറഞ്ഞ പോലെ ഭരണാധികാരിയാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നമ്മുടെ ഭരണം നമ്മുടേതായ ഇടത്തിലാണ്. നമ്മൾ നീതി നടപ്പാക്കേണ്ട ഇടങ്ങളുണ്ട്, നമ്മൾ നേതൃത്വം കൊടുക്കുന്ന ഇടങ്ങളുണ്ട്. ആ ഹദീസിന്റെ സുദീർഘമായ സഞ്ചാരത്തിൽ കാണുന്നുണ്ട്, ഒരു മനുഷ്യൻ തന്റെ കുടുംബനാഥനാണ്. തന്റെ കുടുംബത്തിൽ താൻ നീതി നിർവഹിക്കണം. മഹാന്മാരായ ഖലീഫമാർ നീതി നിർവഹിച്ച പോലെ നമ്മുടെ ഇടയിലുണ്ട് ചില ആളുകൾക്ക് ഒരു വൃത്തികെട്ട സ്വഭാവം, മക്കളുടെ ഇടയിൽ വിവേചനം കാണിക്കുക എന്നത്. മക്കളുടെ ഇടയിൽ വിവേചനം കാണിക്കുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, മക്കളെ മക്കളായും മരുമക്കളെ വേറെയുമായി കാണുന്നവരുണ്ട്. അത് പാടില്ല, എല്ലാ മക്കളും തന്നെയാണ്. കൃത്യമായി ആ വിഷയത്തിൽ ഇസ്ലാം ഇടപെടുന്നുണ്ട്. മരുമക്കളെയും മക്കളെയും ഒരുപോലെ കാണണമെന്ന. അവിടെ രണ്ടെന്ന ബന്ധമില്ല. ഒന്ന് ഇടയിൽ വന്നതാ, ഒന്ന് നേരത്തെ വന്നതാ. ഇടയിൽ വന്നത് നേരത്തെ വന്നതിനോട് ചേർന്ന് ജീവിക്കുന്നതാണ്. അതങ്ങനെ അറ്റം വരെ എവിടെയെന്ന് പറയാൻ പറ്റൂല. അത്രയും അഷ്റയും സ്വർഗമൊക്കെ ഈ ചേർന്ന് ജീവിക്കാം. അങ്ങനെയുള്ളിടത്ത് ഒരു ഇടക്കാലത്ത് വന്നു എന്ന ഒരു രീതിയിൽ ഒരു മാറ്റി നിർത്തൽ പാടില്ല. മക്കൾ മരുമക്കൾ എന്ന രീതിയിലുള്ള വിവേചനം മക്കളുടെ ഇടയിലെ വിവേചനത്തിൽ ഒന്നാമത് കാണുന്നുണ്ട്. രണ്ട്, മക്കളിൽ തന്നെ ചിലരോട് ചിലരെക്കാളും വിവേചനം കൂടുതൽ കാണിക്കുന്നുണ്ട്. ഇത് പരിശുദ്ധ ഇസ്ലാം കർശന ഭാഷയിൽ നിരോധിച്ചതാണ്. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, എന്റെ വാപ്പ എനിക്കൊരു സമ്മാനം തന്നു എന്ന്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് പറയുന്നുണ്ട്. എന്റെ വാപ്പ എനിക്കൊരു സമ്മാനം തന്നു. അപ്പോൾ മഹാനവറുകളുടെ ഉമ്മ മഹദിയായ അംറാ ബിൻത് റവാഹ റളിയല്ലാഹു അൻഹ കേൾക്കാണ്. ഉമ്മ കേൾക്കാണ്, മോൻ പറയുന്നു എന്റെ വാപ്പ എനിക്കൊരു സമ്മാനം തന്നു എന്ന്. അപ്പൊ ഉമ്മ അത് കേട്ടു. ഉമ്മ പറഞ്ഞു, ലാ അർളാ ഹത്താ തുശ്ഹിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ തന്നു എന്ന് പറയുന്ന സമ്മാനത്തിന് റസൂലുള്ളാഹി സാക്ഷിയാവാതെ ഞാനിത് അംഗീകരിക്കില്ല എന്ന് ഉമ്മ പറഞ്ഞു. എനിക്ക് തൃപ്തിയല്ല, വാപ്പ അങ്ങനെ കൊടുത്ത വാപ്പാനോട് എനിക്ക് തൃപ്തിയില്ല, വാപ്പ ചെയ്ത പ്രവൃത്തിയോട് എനിക്ക് താല്പര്യമില്ല. ഉമ്മയുടെ ഈ വർത്താനം കേട്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി. വാപ്പയോട് പറഞ്ഞു, ഹബീബിന്റെ മുന്നിൽ ചെന്നിട്ട് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് വാപ്പ. അങ്ങനെ പ്രിയപ്പെട്ട വാപ്പ മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ഹബീബിന്റെ മുന്നിൽ ചെന്നപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് പ്രശ്നം? അപ്പൊ പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ മകൻ നുഅ്മാന് ഇന്നത് കൊടുത്തു. നുഅ്മാൻ വലിയ സന്തോഷമായി, എനിക്കും സന്തോഷമായി. എന്റെ ഭാര്യക്ക് അതിൽ സന്തോഷക്കുറവുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ അങ്ങനെ കൊടുക്കുമ്പോ മോനെ നിന്റെ മറ്റു മക്കൾക്ക് അത് കൊടുത്തിരുന്നു. നുഅ്മാന് കൊടുത്ത പോലെ മറ്റെല്ലാ മക്കൾക്കും അതുപോലെ കൊടുത്തു. നിനക്ക് കൊടുക്കാൻ കഴിയുന്ന ആളല്ലേ? എല്ലാവർക്കും കൊടുത്തില്ല നബിയെ, കൊടുത്തപ്പോ നുഅ്മാന് മാത്രമേ കൊടുത്തുള്ളൂ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫത്തഖുല്ലാഹ വഅദിലു ബൈനൽ ഔലാദ് ബൈന ഔലാദിക്കും. എന്നാൽ അല്ലാഹനെ പേടിക്കണം, മക്കളുടെ ഇടയിൽ വിവേചനം അരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളുടെ ഇടയിൽ വിവേചനം പാടില്ല. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് ഉണ്ട്, ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിറ മിൻ നൂരിൻ അൻ യമീനിർ റഹ്മാൻ. ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തനിക്ക് ഇടപെടാൻ പറ്റുന്നോടത്ത്, താൻ തീരുമാനം പറയുന്നോടത്ത് നീതി നടപ്പാക്കിയ ആളുകൾ നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ വലതുഭാഗത്ത് പ്രകാശത്തിന്റെ പടവുകളിലായിരിക്കും, പ്രകാശത്തിന്റെ പീഠങ്ങളിലായിരിക്കും അവർ ഉപവിഷ്ടരാവാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവർ ആരാണെന്നറിയോ? അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിം വഅഖ്ലീഹിം വമാ വല്ലൂ. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിലും അവരുടെ കുടുംബത്തിലെ മക്കളിലും മരുമക്കളിലും അവർ നീതി നടപ്പാക്കിയവരാണ്. അവരുടെ വിധിയിൽ അവർ നീതിമാന്മാരായിരുന്നു. അവർക്കാണ് അർശിന്റെ തണല് എന്ന് പുണ്യനബി. അപ്പൊ ഇത് ഭരണാധികാരികളിൽ മാത്രം എന്ന് പറഞ്ഞ് നമ്മൾ ആ വിഷയത്തില് ചിന്തയെ പരിമിതപ്പെടുത്തണ്ട. ഇത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗവുമാണ്
എന്നത് ഓരോരുത്തരും മനസ്സിലാക്കാം. അലാ കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും നീതിമാന്മാരായ ഭരണകർത്താക്കളുടെ ജീവിതത്തെ പഠിക്കുമ്പോൾ ഒരുപാട് താരതമ്യം ചെയ്യാനുണ്ട്. അവർ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ച ജീവിതങ്ങൾ. ചില ഉദാഹരണങ്ങളിലേക്ക് വരാം. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അധികാരം കിട്ടാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സൈനികനായിരുന്നു, സൈനാധിപനായിരുന്നു. മഹാനവറുകൾ ഒരു സാധാരണ പട്ടാളക്കാരൻ, അവിടുന്ന് ഒരു പട്ടാളക്കാരൻ എന്നതിൽ നിന്നും സൈന്യത്തിന്റെ നേതാവ്. അദ്ദേഹത്തിന്റെ യുദ്ധ പാഠവം, യുദ്ധവൈഭവം കണ്ട് രാജാവ് മഹാനവറുകൾക്ക് പിൽക്കാലത്ത് അധികാരം കിട്ടും വിധം അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങളെ ക്രമീകരിക്കുക ചെയ്തത്. അങ്ങനെ മഹാനവറുകൾ അധികാരിയായി മാറാണ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ ഒരു ഉപദേശമുണ്ട്. സൂറത്ത് സ്വാദിന്റെ 26-ാമത്തെ ആയത്തിൽ കാണാം. ലോകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഏതൊരാൾക്കും ഈ വചനം പാഠമാണ്. അള്ളാഹു മഹാനവറുകളോട് പറയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ് ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിഇൽ ഹവാ ഫയുദില്ലക അൻ സബീലില്ലാഹ് ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹ് ലഹും അദാബുൻ ശദീദുൻ ബിമാ നസൂ യൗമൽ ഹിസാബ്. ദാവൂദ് നബിയെ വിളിക്കുക, യാ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയെ, ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്, ഭൂമിയിൽ എന്റെ പ്രതിനിധിയായി ഞാൻ അങ്ങയെ ഖലീഫയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ്, ജനങ്ങളുടെ ഇടയിൽ നീതിപൂർവം വേണേ വിധി പറയാൻ. വലാ തത്തബിഇൽ ഹവാ, താല്പര്യങ്ങളുടെ പിന്നാലെ പോവല്ലേ, അത് അങ്ങയെ വഴി പിഴപ്പിക്കും. വഴി പിഴച്ചവർ ഒരിക്കലും നന്നാവൂല നബിയെ. അള്ളാഹു അവർക്ക് കഠോരമായ ശിക്ഷയും അതുപോലെ തന്നെ അവർക്ക് അള്ളാഹു വേദനാജനകമായ ഒരുപാട് ശിക്ഷാ നടപടികളും അള്ളാഹു വെച്ചിട്ടുണ്ട്. ബിമാ നസൂ യൗമൽ ഹിസാബ്, മഹ്ശറ മറന്നവരാണ് അവർ എന്ന് കൃത്യമായി തന്നെ ദാവൂദ് നബിക്ക് അള്ളാഹുവിന്റെ ഉപദേശം. മഹാന്മാരുടെ ജീവിതം താരതമ്യം ചെയ്യാം. ദാവൂദ് നബിയൊക്കെ എങ്ങനെയാ ജീവിച്ചത്? ഉത്തരവാദിത്തങ്ങൾ കിട്ടുന്നോടത്ത് നമ്മുടെ ഹുങ്ക് കാണിക്കാറുണ്ട് ചിലര്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഭാര്യ ആഭരണം ധരിച്ചത് പോലും അള്ളാന്റെ മുന്നിൽ ഞാൻ കണക്ക് പറയേണ്ടി ഓരോന്ന് ചിന്തിച്ച ഒരു മഹാനായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. വലിയ മഹാൻ. ആ മഹാനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ. വളരെ പ്രശസ്തമായ മലയാള നാട്ടിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് എത്ര പാട്ടുകളാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കല്യാണം കഴിച്ചത് ആരെയാണെന്ന് അറിയോ? റളിയല്ലാഹു അൻഹു, മഹ്ദിയായ ഫാത്തിമ ബിന്ത് ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, ഭരണാധികാരിയും രാജാവുമായിരുന്ന മഹാനായ ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്നവരുടെ മകൾ ഫാത്തിമയാണ് റളിയല്ലാഹു അൻഹ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ എന്ന മഹാൻ വിവാഹം കഴിച്ചത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ. മഹദി അവർക്ക് ഒരുപാട് ആഭരണം ഉണ്ടായിരുന്നു. രാജാവിന്റെ മോളാണല്ലോ. രാജാവിന്റെ മകളെ രാജാവ് മറ്റൊരു ഭരണാധികാരിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന മഹാനായ രാജാവ് അദ്ദേഹത്തിന്റെ ദീനീ നിഷ്ഠയും ദീനിയായ ചുട്ടയുമുള്ള മോളെ ദീനിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന മഹാനായ ഭരണാധികാരിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അന്നേരം മോൾക്ക് വാപ്പ കൊടുത്തപ്പോൾ മിൻ ഹുലിഹ വ ജവാഹിരിഹ അസ്സമീന, ധാരാളം വിലപിടിപ്പുള്ള ആഭരണങ്ങളും കൊടുത്തു. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും വാപ്പ മകൾക്ക് കല്യാണത്തിന് നല്ലോണം ആഭരണം കൊടുക്കും. മഹാനായ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് മഹാനവറുകൾ ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ, നിന്റെ ആഭരണം നീ എന്നെ ഏൽപ്പിക്കണം. അത് നമ്മുടെ ചില ആണുങ്ങൾ ചെയ്യുന്നുള്ള പരിപാടി അല്ലട്ടത്, പണയം വെക്കാനും വിൽക്കാനും അല്ലത്. എന്തിനു വേണ്ടല്ലേ? ബൈത്തുൽ മാൽ. നമ്മൾ ഭരണാധികാരികളാണല്ലോ. ജനങ്ങളുടെ പൊതു ആവശ്യത്തിന് വേണ്ടി പൊതു ഖജനാവിലേക്ക് നിന്റെ ആഭരണം മുഴുവനും നീ തരണം എന്നാവശ്യപ്പെട്ടു. അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് പ്രവർത്തിക്കാം. ഒന്നുകിൽ നീ നിന്റെ ആഭരണങ്ങൾ പൊതു ഖജനാവിലേക്ക് ഏൽപ്പിക്കാനായി കൊടുക്കാനായി എന്റെ കയ്യിൽ തരാം, അല്ലെങ്കിൽ നിന്നോടുകൂടെയുള്ള എന്റെ ജീവിതത്തിൽ നിന്നും എന്നെ നീ ഒഴിവാക്കി തരാം. നീ അതിന് സമ്മതം, നിനക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, അങ്ങയുടെ കൂടെ എനിക്ക് ജീവിക്കുന്നത് എനിക്ക് നിലവിൽ എന്റെ വാപ്പ തന്ന സ്വർണം ആഭരണത്തിന്റെ ഇരട്ടി കിട്ടുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം അങ്ങയുടെ കൂടെ ജീവിക്കല. അങ്ങനെ മഹദി അവറുകള്
ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ, പ്രിയപ്പെട്ട ഭർത്താവിനെ സന്തോഷിപ്പിച്ചു. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ ഏതെങ്കിലും ഒരു ചിന്തയല്ല. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ പൊന്നുമോള് ഫാത്തിമ ഇങ്ങനെ ജീവിച്ചു പോന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. അവരുടെ ഒരു ജീവിതം. ഉണ്ടോ സഖി, ഉണ്ടോ സഖി, ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ആ ജീവിതാണിത്. മനോഹരമായ വരികൾ മലയാളത്തിൽ ഇന്നും അനശ്വരമാണ്. ഒരു ഭരണാധികാരിക്ക് ഒരു കുലം മുന്തിരി സുലഭമായി കിട്ടുന്ന കാലം, മുന്തിരിത്തോട്ടങ്ങൾ എമ്പാടും കാണപ്പെടുന്ന കാലം, ഇത്ര ധനികരും ധനാഠ്യനുമായ മനുഷ്യൻ മുന്തിരിയുടെ പുളിയും അതിന്റെ മധുരവും നാവുകൊണ്ട് രുചിക്കാൻ മറന്നുപോയി. അതിനെന്തെങ്കിലും ഉണ്ടോ? ജീവിതത്തിന്റെ പ്രയാണങ്ങൾ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്ന ചിന്തയിൽ പലതും മറന്നോടത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് ഭാര്യയുടെ കയ്യിലുണ്ടാവില്ല ചില ചില്ലറകൾ സൂക്ഷിക്കുന്ന സ്വഭാവം. ഏത് പെണ്ണിന്റെയും അടുക്കളയിലെ ഏതെങ്കിലും ഉരുവട്ടിന്നിലോ അല്ലെങ്കിൽ കടുകിട്ട് വെച്ചിരിക്കുന്ന ടിന്നിലോ എവിടെയെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും ഒരു നാണയം, എന്തെങ്കിലും അവർ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ചിലപ്പോൾ കഴിഞ്ഞ പെരുന്നാളല്ല, അതിനു മുമ്പ് ഉള്ള പെരുന്നാളിന് ആരോ കൊടുത്തൊരു പഴയ 500 നോട്ടായിരിക്കും. എവിടെ ഉണ്ടാവും? അങ്ങനെ ഒന്ന് ഭാര്യയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു ഒന്ന് പ്രിയപ്പെട്ട ഭർത്താവ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. അപ്പൊ ചോദിക്കുന്നുണ്ട്, അങ്ങാരാണെന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, എന്നാലും എന്റേതായൊരു ദീർഘവുമില്ല പ്രിയേ. എത്ര മനോഹരമായിട്ടുള്ള വർത്താനങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണം. അത് മലയാളത്തിൽ നിന്ന് അനശ്വരമായൊരു കവിതയായി അല്ലെങ്കിൽ ഒരു പാട്ടായി ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുക. അതിന്റെയൊക്കെ അന്തസത്തയിൽ ആ ജീവിതങ്ങളിൽ ഒളിച്ചിരുന്ന ഒരുപാട് ത്യാഗങ്ങളും ഇലാഹി ചിന്തയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു മകൻ വിലപിടിപ്പുള്ള ഒരു മോതിരം വാങ്ങി എന്ന വിവരം മഹാനവറുകളുടെ അടുക്കൽ എത്തുകയാണ്. 1000 ദിർഹം വിലപിടിപ്പ്, അത്രത്തോളം മൂല്യം വരാവുന്ന ഒരു മോതിരം തന്റെ ഭരണാധികാരിയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ മകൻ വാങ്ങിയതായി മഹാനവറുകൾ അറിയാണ്. ഇതറിഞ്ഞ സമയത്ത് തന്നെ മഹാനവറുകൾ അന്നത്തെ ഏറ്റവും വലിയ ആശയ പ്രചരണത്തിന്റെ മാർഗം കത്തെഴുതലാണല്ലോ. വേഗം കത്തെഴുതി അറിയിച്ചു മകനോട്. ആ കത്തിൽ മുഴുവനും മകനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കത്ത് മുഴുവൻ മകനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് എഴുതിയത്. എന്താ എഴുതിയത്? മോനെ, ആ മോതിരം നിർബന്ധമായി നീ വിൽക്കണം, മാത്രവുമല്ല 1000 വിശപ്പുകാരെ നീ അത് വെച്ച് ഊട്ടണം. 1000 വിശപ്പുകാർക്ക് അന്നം കൊടുക്കാൻ നിന്റെ ആ ഒരൊറ്റ മോതിരം വിറ്റാൽ കിട്ടുന്ന പണം കൊണ്ട് സാധ്യമാണ്. മാത്രമല്ല, നിനക്ക് മോതിരം ഇടണ്ട എന്നൊന്നും, നീ മോതിരം ഇടണ്ട എന്നുള്ള അഭിപ്രായം എനിക്കില്ല. നീ വസ്തരി ബദലം മിൻഹു ഖാതമ മിൻ ഹദീദ്, ഇരുമ്പിന്റെ നല്ല മോതിരം കിട്ടും, അത് പറഞ്ഞ വാങ്ങിയിട്ടു, ഇത്തിരി വലുത് തന്നെ വാങ്ങിക്കും, നീ അത് വാങ്ങിക്കും. അപ്പൊ പറഞ്ഞ മകൻ കേൾക്കും. കാരണം ഈ മകനെ പ്രസവിച്ചത് നേരത്തെ പറഞ്ഞ ഉമ്മ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. വാപ്പായും ഉമ്മായും നല്ലതാണ്, മക്കൾ കേട്ടേ പറ്റൂ. വാപ്പ ഇങ്ങനെ നിർദ്ദേശിച്ചു, ഇരുമ്പിന്റെ ഒരു മോതിരം വലുത് തന്നെ വാങ്ങിക്കോ. മാത്രമല്ല, അതിന്റെ പീഠഭാഗം, മോതിരം എന്ന് പറയുമ്പോ അതിന്റെ ഈ കല്ല് പതിപ്പിച്ചിരിക്കുന്ന ഈ പീഠഭാഗത്തിൽ മോനെ ഇരുമ്പിന്റെ മോതിരാവുമ്പോ എഴുതാനും എളുപ്പമുണ്ട്. അങ്ങനെ എഴുതേം വേണം. എന്താ എഴുതേണ്ടത്? മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങള് മോതിരം വിറ്റിട്ട് ഇരുമ്പിന്റെ വാങ്ങാൻ കൽപ്പിക്കുകയും വക്തുബ് അലൈഹി, അതിൽ എഴുതണം എന്ന് പറഞ്ഞ് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്താ എഴുതേണ്ടെന്നറിയോ? എഴുതേണ്ടത് റഹ്മല്ലാഹു റഅൻ അറഫ ഖദറ നഫ്സിഹി. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ നിലവാരത്തെ ബോധ്യമായാണ് ജീവിക്കുന്നത്. ഇതൊരു തുച്ഛ കാലഘട്ടത്തിലെ ജീവിതമാണ്. ആ ജീവിതത്തിന്റെ നിലവാരത്തെ ബോധ്യമായി ജീവിക്കുന്ന മനുഷ്യന് അള്ളാഹു കരുണ ചെയ്യട്ടെ, തന്റെ നിലമറന്ന് ജീവിക്കാത്തവന് അള്ളാഹ് കരുണ ചെയ്യട്ടെ എന്ന ആപ്തവാക്യം മോതിരത്തിന്റെ പീഠഭാഗത്ത് അതിന്റെ കല്ല് പതിപ്പിക്കൊണ്ടോടുത്ത്, മോനെ നീ എഴുതി വെച്ചിട്ട് ഇടക്കിടക്ക് മോതിരത്തിലേക്ക് നോക്കി ജീവിച്ചോ എന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങള് മഹാനവറുകൾ തന്റെ പ്രിയപ്പെട്ട മകന് കത്തെഴുതി നിർദ്ദേശം കൊടുത്തതായി കാണാൻ കഴിയും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ قوامين بالقسط شهداء لله
വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖറബീൻ يكن غنيا أو فقيرا فالله أولى بهما ولا تتبعوا الهوى أو تعدلوا وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا. ചിലയിടത്തിൽ വർത്താനം പറയുമ്പോൾ കുടുംബക്കാരന് അനുകൂലമായിട്ട് പറയേണ്ടവരും പാടില്ല. നിങ്ങളുടെ മുന്നിൽ വരുന്ന പലരുടെയും മുഖം കണ്ട സഹതാപത്തിൽ പലതും നിങ്ങൾ നീതിക്ക് നിരക്കാത്തോടത്ത് കൂടേണ്ടി വരും. പാടില്ല. മുഖം നോക്കല്ലേ. മധ്യസ്ഥ പറയാൻ പോകുന്നവരെ, മസ്ലഹത്തിന് പോകുന്നവരെ മുഖം നോക്കാതെ നിങ്ങൾ വർത്തമാനം പറയണം. അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണത്. റബ്ബിന്റെ പ്രതിനിധിയാണ് നീ. അതുകൊണ്ട് നീ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു കാണുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു വലിയ വിചാരണ തന്നെ ഈ മഹാന്മാരെയൊക്കെ പഠിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ മഹ്ശറ ഭീകരമാണ്. അത് നമുക്ക് സഹിക്കാവതല്ല. അവിടെയും ആനുകൂല്യത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ കാമ്പ് തേടി, ഒരു തരിമ്പ് തേടി പോകുന്നവർക്ക് ഇത്തരം ജീവിതങ്ങൾ പാഠം. രണ്ടാമത്, മഹ്ശറയില് തണല് കിട്ടി സ്വർഗത്തിലേക്ക് പറക്കുന്നവർ, നീതിമാനായ ഭരണകർത്താവ്. രണ്ട്, അള്ളാഹുവിന്റെ തൃപ്തിയിലായി യൗവനം കഴിച്ചു കൂട്ടിയ ആളുകൾ. മൂന്നാമത്, പള്ളിയോട് ഹൃദയത്തെ ബന്ധിച്ചവർ. നാലാമത്, അള്ളാഹുവിന്റെ തൃപ്തിയെ അടിസ്ഥാനപ്പെടുത്തി പരസ്പരം സൗഹൃദത്തിൽ പങ്കിട്ടവർ. അഞ്ചാമത്, കുലീനതയുള്ള വലിയ ധനാഢ്യായ സുന്ദരിയായ ഒരു പെണ്ണിന്റെ വ്യഭിചാര സാഹചര്യത്തെ അള്ളാനെ ഭയക്കുന്നു, അല്ലാതെ നാട്ടുകാരോ CC ക്യാമറയോ അല്ല, അള്ളാനെ ഭയക്കുന്നു എന്ന കാരണത്താൽ ഒഴിവാക്കി പോയവൻ. പിന്നെ പറഞ്ഞത് ആറാമത്തേത്, രഹസ്യമായി സദഖ ചെയ്തതിന്റെ ആത്മനിർവൃത്തി മനസ്സുകൊണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞവൻ. ഏഴാമത് പറഞ്ഞു, ഒരു മനുഷ്യൻ ഏകാന്തതയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് ഒന്നങ്ങട് കണ്ണ് നനഞ്ഞവൻ. അള്ളാഹു ഏഴിലും നമ്മെ പെടുത്തട്ടെ. ജീവിതത്തിൽ ഇതൊരു പാഠമാവാൻ ഈ ചർച്ച കൊണ്ട് അള്ളാഹു നമുക്ക് ഉപകാരം നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ദുആ വസിയത്ത് ഏൽപ്പിച്ച പലരുമുണ്ട്. അവരുടെ എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് നീ ഖൈർ നൽകുക അല്ലാ, ബറക്കത്ത് നൽകുക അല്ലാ. ആമീൻ പറയുന്നവരിൽ റബ്ബേ നീ നിന്റെ അനുഗ്രഹം എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, മലപ്പുറം ജില്ലയിലെ വണ്ടൂരുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരി മരണപ്പെട്ട അവരുടെ ഭർത്താവിന്റെ ആണ്ട് ദിവസമാണ് ഈ അടുത്ത ദിവസം. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, ദുനിയാവിൽ അവർക്ക് സംഗമിക്കാൻ കഴിഞ്ഞ പോലെ സ്വർഗത്തിന്റെ നവമിഥുനങ്ങളിൽ അവർ ഇരുവരെയും നീ സംഗമിപ്പിക്കണം അല്ലാ. ആ പ്രിയ സഹോദരന് നീ പരിപൂർണമായ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിച്ച രോഗങ്ങൾ, പ്രയാസങ്ങൾ, പാപം പൊറുക്കാൻ കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ, ആ സഹോദരിയുടെ ജീവിതത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ. റഹ്മാനും റഹീമുമായ അല്ലാ, ആ കുടുംബത്തിൽ ഒരു കുഞ്ഞുമോള് എന്തോ ഒരു ചെറിയ ശാരീരിക പ്രയാസങ്ങൾ കൊണ്ട് ദിവസങ്ങളായി ബുദ്ധിമുട്ടുന്നുണ്ട്. അല്ലാഹുവേ, നീ ശിഫാ നൽകണേ തമ്പുരാനെ. ശിഫാ നൽകണേ അല്ലാ. ഏറെക്കുറെ കാലങ്ങൾ കാത്തിരുന്നിട്ട് ഉണ്ടായ ഒരു കനിയാണ് തമ്പുരാനെ. അല്ലാഹുവേ, ആ കുഞ്ഞുമോൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും നീ ഏറ്റെടുക്കണം അല്ലാ. പരിപൂർണ ശിഫാ നൽകണേ തമ്പുരാനെ.
ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങള്, മക്കള്, ഭർത്താക്കന്മാർ എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കുക അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ വാഹനങ്ങളിൽ നീ ബറക്കത്ത് നൽകുക അല്ലാ. സ്ഥാപനങ്ങളിൽ, ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ട് റബ്ബേ, കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഓരോരുത്തരും ലോണിലും മറ്റും കുടുങ്ങിപ്പോയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കരകയറ്റണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകുക അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.